ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ തേർഡ് ചാപ്റ്റർ ആയ പ്രൊഡക്ഷനിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് പ്രൊഡക്ഷൻ അവസാനിപ്പിക്കാനുണ്ടായത്. നമുക്ക് മെയിനായിട്ടും രണ്ട് ലോസ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. അതൊരു ലോ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോയും മറ്റൊന്ന് പറയുന്നത് ലോങ് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോയാണ്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം വാരി ചെയ്യും, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷന്റെ ചേഞ്ചസ് നിർത്തുന്നത്. അതേസമയം റിട്ടേൺ ടു സ്കെയിലിൽ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും വാരി ചെയ്യുന്ന ഫിക്സഡ് ആയിട്ട് ഒരു ഫാക്ടർ പോലും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്നിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. രണ്ട് ലോയിലും നമുക്ക് 3 സ്റ്റേജസ് തന്നെയാണ് ഉള്ളത്. പക്ഷെ പേര് വ്യത്യാസമുണ്ട്. വാരിയബിൾ പ്രൊപ്പോർഷനിൽ എന്തൊക്കെയാണ്? ഇൻക്രീസിംഗ് റിട്ടേൺ, ഡിമിനിഷിംഗ് റിട്ടേൺ ആൻഡ് നെഗറ്റീവ് റിട്ടേൺ. അങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. അതേസമയം റിട്ടേൺ ടു സ്കെയിൽ ആണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺ, കോൺസ്റ്റന്റ് റിട്ടേൺ ആൻഡ് ഡിക്രീസിംഗ് റിട്ടേൺ. അങ്ങനെയാണ് 3 സ്റ്റേജസിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു അതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി അതിന്റെ സിമിലാരിറ്റിയും ഡിഫറൻസസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി അതോടുകൂടി ആ ലോസ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ അടുത്തൊരു ഏരിയയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വാരിയബിൾ ഇൻപുട്സ്. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാണ്. 2 വാരിയബിൾ ഇൻപുട്സ്, നമ്മൾ 2 ഇൻപുട്സും വാരി ചെയ്തിട്ട് വരുന്ന പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാണ്. അതായത് ഓരോ ഫാക്ടർ മാത്രമല്ല നമ്മൾ വാരി ചെയ്യുന്നത്, 2 ഫാക്ടേഴ്സും കോൺസിക്വന്റ്ലി അറ്റ് ദ സെയിം ടൈം വാരി ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. A firm can expand production by using more of 2 inputs that are substitute for each other. നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും ബൈ യൂസിങ് മോർ ഓഫ് 2 ഇൻപുട്സ്. 2 ഇൻപുട്സ് തന്നെ കൂടുതൽ യൂസ് ചെയ്തിട്ട് ദാറ്റ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒന്നിന് പകരം വേറൊന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ലേബറും മെഷീനറിയും. അതായത് ലേബർ ചെയ്യേണ്ട പല വർക്കും ആർക്ക് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു മെഷീനറിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കൂടുതലും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് മെക്കനൈസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ ചിലപ്പോൾ 5 ലേബേഴ്സ് എടുക്കുന്ന പണി ഒറ്റ മെഷീൻ ചെയ്ത് തീർക്കാവുന്ന ടൈപ്പ് ഓഫ് മെഷീനറീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 ലേബേഴ്സിന് പകരം ഒരു മെഷീനറി മേടിച്ചാൽ നമുക്ക് ഈ 5 പേരെയും ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് എ ഫേം ക്യാൻ എക്സ്പാൻഡ് പ്രൊഡക്ഷൻ ബൈ യൂസിങ് മോർ ഓഫ് ഇൻപുട്ട് ദാറ്റ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. ഇൻപുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വെക്കാൻ പറ്റാവുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാല് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വാരിയബിൾ ഇൻപുട്സ് ആർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഐസോക്വാഡ്സ്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ 2 വാരിയബിൾ ഇൻപുട്സ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാഡ്സ്. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വാരിയബിൾ ഇൻപുട്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഐസോക്വാഡ്സ്. ഐസോക്വാഡ്സ് മീൻസ് ഈക്വൽ ക്വാണ്ടിറ്റി ഓർ ഈക്വൽ പ്രോഡക്റ്റ്. ഐസോ എന്ന് വെച്ചാല് ഈക്വൽ എന്നാണ് അർത്ഥം, ക്വാൻസ് എന്ന് വെച്ചാല് ക്വാണ്ടിറ്റി. അപ്പൊ എന്തായിരിക്കും ഐസോക്വാഡിന്റെ മീനിങ്? ഈക്വൽ ക്വാണ്ടിറ്റി ഓർ ഈക്വൽ പ്രോഡക്റ്റ്. ഐസോക്വാഡ്സ് മീൻസ് ഈക്വൽ ക്വാണ്ടിറ്റി ഓർ ഈക്വൽ പ്രോഡക്റ്റ്. These are the curves which represent different combinations of input producing a particular quantity of output. These curves represent different combinations of input. 2 ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട് മാറുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാ കേസസിലും സെയിം ആയിരിക്കും. അതായത് ഇപ്പോ 2 ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 1000 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുക. അതായത് 10 ലേബറും 5 മെഷീനറിയും വെച്ചിട്ട് നമുക്ക് ഒരു 100 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. 10 ലേബറും 5 ലേബറും ഉപയോഗിച്ചിട്ട് 100 യൂണിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഒരു കോമ്പിനേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 10ന്റെ നമ്പർ കൂട്ടാം. അതായത് 15 ലേബറും. അപ്പൊ എന്ത് കുറയ്ക്കണം? മെഷീനറി കുറയ്ക്കണം. 2 മെഷീനറിയും വെച്ചിട്ടും നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും? 100 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കാം.
അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, മെഷീനറി ലേബറിന്റെ നമ്പർ കുറയ്ക്കാം. 5 ലേബറും 4 മെഷീനറിയുടെ നമ്പർ കൂട്ടാം, 6 മെഷീനറിയും വെച്ചിട്ട് നമുക്ക് 100 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാലേ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട്. ദീസ് ആർ ദി കർവ് വിച്ച് റെപ്രസെന്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോമ്പിനേഷൻസ് നമുക്ക് മാറി മാറി ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് മാറാനായിട്ട് പാടില്ല. എപ്പോഴും നമുക്ക് എത്ര ഉണ്ടാക്കാൻ പാടുള്ളൂ, 100 യൂണിറ്റ് തന്നെ കിട്ടാനായിട്ട് പാടുള്ളൂ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും അല്ലെങ്കിൽ ലേബറിന്റെയും മെഷീനറിയുടെയും എമൗണ്ടുകൾ നമ്പർ ഇങ്ങോട്ട് മാറി മാറി ഉപയോഗിച്ചാലും ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്താലും നമുക്ക് 100 യൂണിറ്റ്സ് തന്നെയാണ് കിട്ടണമെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് isoquant. These are the curve which represent different combinations of input producing a particular quantity of output. It shows all possible combinations of the two inputs capable of producing equal or a given level of output. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ ഇൻപുട്സ് കോമ്പിനേഷൻ യൂസ് ചെയ്യാം അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഐസോക്വാണ്ട് വെച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന് നമുക്ക് എത്രയാണ് ഉണ്ടാക്കേണ്ടത്, 100 യൂണിറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. ആ 100 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 2 ഫാക്ടറുകളെ എത്ര വെച്ചൊക്കെ ഉപയോഗിക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐസോക്വാണ്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇത് കഴിഞ്ഞ ഗ്രാഫ് പഠിക്കുന്നുണ്ട്, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നിങ്ങൾ ഏത് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്തോളൂ അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ എന്താണ് റെസ്ട്രിക്ഷൻ ഉള്ളത്, ഔട്ട്പുട്ട് സെയിം ആയിരിക്കണം. ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്താലും എല്ലാ കോമ്പിനേഷനിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര തന്നെയായിരിക്കണം, 100 യൂണിറ്റ്സ് തന്നെയായിരിക്കണം. എന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അതാണ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ദി 2 ഇൻപുട്സ് capable of producing equal or a given level of output. It is also known as isoproduct curve or equal product curve or product indifferent curve. ഇതൊക്കെയാണ് ഇതിന്റെ ഐസോക്വാണ്ടുകളുടെ വേറെ വേറെ പേരുകളാണ്. ഐസോപ്രോഡക്റ്റ് കർവ്, ഈക്വൽ പ്രോഡക്റ്റ് കർവ്, പ്രൊഡക്ഷൻ ഇൻഡിഫറന്റ് കർവ്. ഇങ്ങനെ ഡിഫറെന്റ് പേരിലൊക്കെയാണ് ഈ ഐസോക്വാണ്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഐസോക്വാണ്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് പ്രൊഡ്യൂസിംഗ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് സെയിം തന്നെ, കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് വാരി ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട്. ഇതാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേബിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കോമ്പിനേഷൻ 5 കോമ്പിനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കോമ്പിനേഷൻ ഏതാണ്, കോമ്പിനേഷൻ എ. കോമ്പിനേഷൻ എയിൽ നമ്മൾ 20 ലേബറും 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടി, 1000 ഔട്ട്പുട്ട് കിട്ടി. ദെൻ കോമ്പിനേഷൻ ബിയിൽ നമ്മൾ 20 ലേബർ എന്നുള്ളത് 15 ആയിട്ട് കുറച്ചു. അപ്പൊ എന്ത് കൂട്ടണം, ഒന്ന് കുറയ്ക്കുമ്പോൾ മറ്റൊന്ന് കൂട്ടണം. കാരണം നമുക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ റിസോഴ്സസോ ഫാക്ടറീസോ ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ 20 എന്നുള്ളത് 15 ആയിട്ട് കുറച്ചപ്പോ ലേബർ 1 എന്നുള്ളത് 2 ആയിട്ട് കൂട്ടി. പക്ഷെ ഈ കോമ്പിനേഷൻ യൂസ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് എത്രയാണ്, 1000 ആണ്. ഇതിൽ ഒരിക്കലും മാറ്റം വരാനായിട്ട് പാടില്ല. ഇത് എപ്പോഴും 1000 ആവണം. ഈ 2 കോളത്തിലത്തെ ഫിഗേഴ്സ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അഗെയിൻ 15 എന്നുള്ളത് 11 ആയിട്ട് കുറച്ചപ്പോ ക്യാപിറ്റൽ 2 എന്നുള്ളത് 3 ആയിട്ട് കൂട്ടി. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1000 ആണ്. ദെൻ അടുത്ത 11 എന്നുള്ളത് 8 ആയിട്ട് കുറച്ചപ്പോ ക്യാപിറ്റൽ 3 എന്നുള്ളത് 4 ആയിട്ട് കൂടി. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1000 ആണ്. ദെൻ 8 എന്നുള്ളത് 6 ആയിട്ട് കുറച്ചപ്പോ 4 എന്നുള്ളത് 5 ആയിട്ട് കൂട്ടി. അപ്പോഴും നമുക്ക് കിട്ടുന്നത് എത്ര തന്നെയാണ്, 1000 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പല പല കോമ്പിനേഷൻസും പറഞ്ഞു, എ ബി സി ഡി ഇ, ഇങ്ങനെ 5 കോമ്പിനേഷൻസ് പറഞ്ഞു. ആ 5 കോമ്പിനേഷൻസിൽ നമ്മൾ യൂസ് ചെയ്ത ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാ കേസസിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര തന്നെയാണ്, 1000 യൂണിറ്റ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് കർവ്. ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് പ്രൊഡ്യൂസിംഗ് ദി സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ഇനി അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇതാണ് ഐസോക്വാണ്ടിന്റെ ഗ്രാഫായിട്ട് വരിക. അതായത് നമ്മളിത് ഇവിടെ എന്തെടുത്തു, ക്യാപിറ്റൽ എടുത്തു, ഇവിടെ എന്തെടുത്തു, ലേബർ എടുത്തു. ഇവിടെ ലേബർ നിങ്ങൾക്ക് കാണാണ്ടാവില്ല, ഇവിടെ ലേബർ ആണ് എടുക്കേണ്ടത്. എക്സ് ആക്സിസിൽ ക്യാപിറ്റൽ എടുക്കുക, വൈ ആക്സിസിൽ ലേബർ എടുത്തു. ദെൻ നേരത്തെ തന്നെ എക്സാമ്പിൾ നോക്കുക. ഒരു ക്യാപിറ്റലും 20 ലേബറും. അപ്പൊ ഇവിടെയാണ് ക്യാപിറ്റൽ, ഒരു ക്യാപിറ്റലും 20 ലേബറും രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ. ഓക്കെ,
ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്? നേരത്തെ ടേബിളിൽ 15 ലേബറും 2 ക്യാപിറ്റലും. അപ്പൊ ക്യാപിറ്റൽ 2 ഇവിടെ എടുത്തു, ലേബർ 15 ഇവിടെ എടുത്തു. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റിയിട്ട് അവസാനമാണ് വരയ്ക്കേണ്ടത്. തൽക്കാലം ഇത് മാർക്ക് ചെയ്ത് പോവാ. 20യും 1 എടുത്തു, 50യും 2 എടുത്തു. ദെൻ അടുത്ത എത്രയാണ്? 11ഉം 3യും. ക്യാപിറ്റൽ 3 ആണ്, ലേബർ 11 ആണ്. അത് രണ്ടും കൂടി ഇന്റർസെക്ട് കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഇട്ടു. അടുത്തത് 8ഉം 4ഉം. ക്യാപിറ്റല് 4 ആണ്, ലേബർ 8 ആണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 6ഉം 5ഉം. ലേബർ 6ഉം ക്യാപിറ്റല് 5ഉം. അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇനി 5 പോയിന്റുകളും തമ്മില് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1000 യൂണിറ്റ് തന്നെ കിട്ടും. നമ്മൾ ഏത് കോമ്പിനേഷൻ എടുത്താലും നമുക്ക് എത്ര തന്നെ കിട്ടാൻ പാടുള്ളൂ? 1000 യൂണിറ്റിന് പാടുള്ളൂ. 20 ലേബറും 1 ക്യാപിറ്റൽ ഉപയോഗിച്ചാലും, 15 ലേബറും 2 ക്യാപിറ്റൽ ഉപയോഗിച്ചാലും, 11 ലേബറും 3 ക്യാപിറ്റൽ ഉപയോഗിച്ചാലും, 8 ലേബറും 4 ക്യാപിറ്റൽ ഉപയോഗിച്ചാലും, 6 ലേബറും 5 ക്യാപിറ്റൽ ഉപയോഗിച്ചാലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര തന്നെയായിരിക്കണം? 1000 ആയിരിക്കണം. അതായത് ഈ കർവിലത്തെ ഏത് പോയിന്റിൽ ഉണ്ടാക്കിയാലും, ഏത് പോയിന്റിന്റെ കോമ്പിനേഷൻ, ക്യാപിറ്റൽ ലേബർ കോമ്പിനേഷൻ ഉപയോഗിച്ചാലും നമുക്ക് എത്ര തന്നെ കിട്ടുള്ളൂ? 1000 യൂണിറ്റ്സ് തന്നെ കിട്ടുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് കർവ്. ഓക്കെ, ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട്. നമ്മളിപ്പോൾ 5 കോമ്പിനേഷൻസ് പറഞ്ഞു. അതിൽ 5 കോമ്പിനേഷനിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 1000 യൂണിറ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് കർവ്സ്. ഓക്കെ, അപ്പൊ ഇതാ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസോക്വാണ്ടിന്റെ മീനിങ് പഠിക്കുക. രണ്ടാമത്തെ സൈഡിൽ പഠിച്ച ടേബിൾ വരയ്ക്കുക. അതുപോലെ ഈ ഗ്രാഫും വരച്ചു വെച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈക്വൽ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് 2 വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എത്ര ഫാക്ടർ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്ത് നോക്കാം. അങ്ങനെ വാരി ചെയ്യുമ്പോൾ നമുക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ്. ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നതെന്ന് വെച്ചാല് അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് കർവ്. ഓക്കെ, ഇനി ഇതിന്റെ അസംഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ അസംഷൻസ് പഠിക്കേണ്ടതാണ്. ഈ ഐസോക്വാണ്ടിന്റെ അസംഷൻസ് നോക്കാം. ദർ ആർ ഓൺലി 2 ഇൻപുട്സ്. നമ്മൾ ഈ ഐസോക്വാണ്ട് വർക്ക്ഔട്ട് ആവണമെങ്കിൽ അവിടെ ആകെ 2 ഇൻപുട്സേ ഉണ്ടാവാനായിട്ട് പാടില്ല. അത് ഏത് വേണമെങ്കിലും ആകും, അതിൽ കുഴപ്പമില്ല. പക്ഷെ 2ൽ കൂടാനായിട്ട് പാടില്ല. ദ 2 ഇൻപുട്സ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ 2 ഇൻപുട്ടും ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഇൻപുട്ട് ആയിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ ലേബറും ക്യാപിറ്റലുമാണ്. അത് നമുക്ക് വേണമെങ്കിൽ മെഷീനറി വെച്ചിട്ട്, ലേബർ മെഷീനറിയാണ്, മെഷീനറി വെച്ചിട്ട് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലേബറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേറെ എക്സാമ്പിൾ പഠിക്കാം. നമ്മൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ പഠിച്ചതാണ് ലാൻഡും എംപ്ലോയീസും. ലാൻഡും എംപ്ലോയീസും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിചാരിക്കുക. ലാൻഡിന് പകരം നമുക്ക് എംപ്ലോയീസിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എംപ്ലോയീസിനെ ലാൻഡ് വെച്ചിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നേരത്തെ എന്താ പറഞ്ഞത്? ഞാന് നമ്പർ ഓഫ് എംപ്ലോയീസ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. അതിന് പകരം നമുക്ക് എന്ത് കൂട്ടിയാൽ മതി? മെഷീനറി കൂട്ടിയാൽ മതി. ഈ എംപ്ലോയീസ് എടുക്കുന്ന പണിയൊക്കെ ആര് ചെയ്തോളും? മെഷീനറീസ് ചെയ്തോളും. അപ്പൊ അവിടെ ഇഷ്യൂ ഇല്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിളിൽ ലാൻഡും എംപ്ലോയീസും, ലാൻഡും ലേബറും. ലാൻഡിന് പകരം നമുക്ക് ഒരിക്കലും ലേബർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ ലേബറിന് പകരം നമുക്ക് ഒരിക്കലും ലാൻഡും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞത് 2 ഫാക്ടേഴ്സ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ, 2 ഇൻപുട്സ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ഈ 2 ഇൻപുട്സും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്നിന് പകരം ഒന്ന് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാവുന്ന ഇൻപുട്സ് ആയിരിക്കണം. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഈസ് റെഡ്യൂസ്ഡ്, ദ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഔട്ട്പുട്ട്. ഒന്ന് കുറയ്ക്കുമ്പോൾ മറ്റൊന്ന് കൂട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. Then എല്ലാത്തിലും ഏതാണ് കോമൺ assumption? technology remains constant. Next, the shape of isoquants depends upon the extent of substitutability of 2 inputs. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഗ്രാഫിലെ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ബെൻഡ് ആയിരുന്നു, ഇങ്ങനെ കുറേശ്ശെ ബെൻഡ് വന്നു. ചിലതിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരാം. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഈ ഐസോക്വാണ്ട് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫാക്ടേഴ്സും എങ്ങനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തൽക്കാലം അത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. ദ ഷേപ്പ് ഓഫ് എ
isoquant depends upon the extent of substitutability of the two inputs. നമ്മുടെ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഈ രണ്ട് ഇൻപുട്സുകളുടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഐസോക്വാണ്ട് കർവിന്റെ ഷേപ്പ് വരിക. ഓക്കെ, അങ്ങനെ 4 അസംഷൻസ് ആണുള്ളത്. 2 ഇൻപുട്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ 2 ഇൻപുട്സും ഒന്നിന് പകരം ഒന്ന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്സ് ആയിരിക്കണം. ടെക്നോളജി കോൺസ്റ്റന്റ് ആയി ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ഐസോക്വാണ്ടിന്റെ ഷേപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സ്റ്റെന്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. നമുക്ക് എത്ര വെച്ച് മാറ്റി വെക്കാനായിട്ട് പറ്റും അതിനനുസരിച്ചിട്ട് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഐസോക്വാണ്ടിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. Next topic is diminishing marginal rate of technical substitution. Diminishing marginal rate of technical substitution. MRTS എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. മാർജിനലിന്റെ M, റേറ്റിന്റെ R, ടെക്നിക്കലിന്റെ T, സബ്സ്റ്റിറ്റ്യൂഷന്റെ S. MRTS ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിക്കാം. In isoquant, the input can be substituted for each other. നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് കണ്ടെത്താനായിട്ട് കഴിയും. ഒരു ഐസോക്വാണ്ട് കർവ് വരയ്ക്കുകയാണെങ്കിൽ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് പ്രൊഡ്യൂസിങ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും ഐസോക്വാണ്ടിൽ നിന്ന്. If units of labor is reduced, the units of capital must be increased in order to produce the same output. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻപുട്ട് കുറയ്ക്കുമ്പോൾ മറ്റേ ഔട്ട്പുട്ട് കൂട്ടിയിട്ടാണ് നമുക്ക് ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഈ പറഞ്ഞ എക്സാമ്പിളില് ഈ കർവിൽ വരുന്ന ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയാലും നമുക്ക് എത്ര യൂണിറ്റ് ആണ് കിട്ടുക? 1000 യൂണിറ്റ്സ് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. പക്ഷെ എന്താണ്, ആദ്യം നമ്മൾ ഈ ഒരു പോയിന്റ് എങ്ങനെ കിട്ടിയത്? അവിടെ 1 ക്യാപിറ്റലും 20 ലേബറുമാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയത്. ദെൻ 1 എന്നുള്ളത് 2 ആയിട്ട് കൂട്ടിയപ്പോ 20 എന്നുള്ളത് 15 ആയിട്ട് കുറച്ചു. അതാണ് പറയുന്നത്, ഒന്ന് കൂട്ടുമ്പോ വേറൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കാം ഏതാണ് നമുക്ക് ബെനിഫിഷ്യല്. അല്ലെങ്കിൽ ചില സമയത്ത് ക്യാപിറ്റലിന് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആവും, ലോണൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ലേബേഴ്സ് വളരെ ചീപ്പായിട്ട് അധികം സാലറി ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ലേബേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കുറവ് ക്യാപിറ്റലും കൂടുതൽ ലേബേഴ്സും യൂസ് ചെയ്യാം. അപ്പൊ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ 21 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് 1000 യൂണിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചില സമയം ഇതിന് നേരെ ഓപ്പോസിറ്റ് വരാം. ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോൺ ഒക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും, അതേസമയം എംപ്ലോയീസിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ അവർക്ക് ഹൈ റേറ്റ് ഓഫ് വേജസ് ഒക്കെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ കൂട്ടിയിട്ട് ലേബർ കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം, കാരണം അവിടെ 5 ക്യാപിറ്റലും 6 ലേബേഴ്സും ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഏത് കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വിചാരിച്ച യൂണിറ്റ് ആയ 1000 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ മതി. ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതും അപ്പോഴത്തെ എക്കണോമിക് കണ്ടീഷന് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താണ്, ഒരു ഇൻപുട്ട് കൂട്ടുമ്പോൾ മറ്റേ ഇൻപുട്ട് കുറയ്ക്കണം. അതാണ് അവിടെ സെന്റൻസിൽ എഴുതിയേക്കുന്നത്. ഇഫ് യൂണിറ്റ്സ് ഓഫ് ലേബർ ഈസ് റെഡ്യൂസ്ഡ്, നമ്മൾ ലേബർ കുറച്ചു, അപ്പൊ എന്ത് കൂട്ടണം, യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദി സെയിം ഔട്ട്പുട്ട്. നമുക്ക് അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൂട്ടുമ്പോൾ മറ്റേ ഔട്ട്പുട്ട് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. So, marginal rate of technical substitution refers to the rate at which one factor of production is substituted in place of other factor, the quantity of output remaining the same. It is the rate at which one factor of production is substituted. നമ്മൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൽ ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇൻ പ്ലേസ് ഓഫ് ദി അതർ. ഒരെണ്ണത്തിന്റെ സ്ഥലത്ത് വേറെ ഒരെണ്ണം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് റിമൈനിങ് ദ സെയിം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും, ഇൻപുട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ഔട്ട്പുട്ടിൽ യാതൊരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇൻപുട്ട് നമുക്ക് ഒരെണ്ണം കുറച്ചിട്ട് വേറൊരെണ്ണം കൂട്ടാനായിട്ട് പറ്റും. അത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അത് ഇഷ്യൂ ഇല്ല. പക്ഷെ ഔട്ട്പുട്ട് റിമെയിൻസ് ദ സെയിം. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് one factor of production is substituted in place of other factor, the quantity of output remaining the same.
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞോണം ലേബർ ചീപ്പ് ആണെങ്കിൽ കൂടുതൽ ലേബേഴ്സ് യൂസ് ചെയ്യുക, കുറച്ച് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുക, ലേബർ കുറച്ച് യൂസ് ചെയ്യുക. അപ്പൊ എത്ര റേറ്റ് വെച്ചിട്ടാണ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുക? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരിക്കലും ലേബർ എന്ന് പറയുന്നത് 0 ആക്കാനായിട്ട് പറ്റില്ല. കാരണം മെഷീനറീസ് ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് 1 എംപ്ലോയി എങ്കിലും നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതൊരിക്കലും 0 ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചില ഇതിലുണ്ട് 3 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ഒരു മെഷീനറി മേടിച്ചാൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പൊ എത്ര പ്രൊപ്പോർഷൻ? 3:1. 3 എംപ്ലോയീസിന് പകരം നമുക്ക് ഒരു മെഷീനറി മേടിച്ചാൽ മതി. അപ്പൊ 2 മെഷീനറി മേടിച്ചാൽ നമുക്ക് എത്ര പേരെ ഒഴിവാക്കാം? 6 പേരെ ഒഴിവാക്കാം. 9 എണ്ണം മേടിച്ചാൽ 3 ആൾ ഒഴിവാക്കാം. അപ്പൊ അല്ല 3 എണ്ണം മേടിച്ചാൽ 9 ആൾ ഒഴിവാക്കാം. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഏത് പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് നമുക്ക് ഒരു ഫാക്ടറും മറ്റൊരു ഫാക്ടർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതിനെ വിളിക്കുന്ന പേരാണ് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. It is the rate at which one input must be substituted for another in order to keep the same level of output. It is the rate at which one input must be substituted for another. ഒരു ഇൻപുട്ട് മറ്റൊരു ഇൻപുട്ടിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ ഓർഡർ ടു കീപ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എന്തൊക്കെ ചെയ്താലും ശരി, നമ്മൾ ഔട്ട്പുട്ടിന്റെ ലെവല് മാറ്റുന്നില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ MRTS. ഓക്കെ, അപ്പൊ ഐസോകോണിൽ നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്സ് പ്രൊഡ്യൂസിംഗ് ദി സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് എങ്ങനെ ട്രൈ ചെയ്യാം, ഒരു ഫാക്ടർ എത്ര റേറ്റ് വെച്ചിട്ട് മറ്റേ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? MRTS ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, then the next topic is, അപ്പൊ അതോടുകൂടി ഐസോകോണ്ടും കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത MRTSും കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസോക്വാണ്ട് മാപ്പ്. എന്താണ് ഐസോക്വാണ്ട് മാപ്പ്? An isoquant map consists of number of isoquants. നമ്മൾ നേരത്തെ ഐസോക്വാണ്ട് എന്താന്ന് പഠിച്ചു. എന്താണ് ഐസോക്വാണ്ട്? ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്സ് പ്രൊഡ്യൂസിംഗ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരേ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ ഡിഫറെന്റ് ഐസോക്വാൻസ് ഉണ്ടെങ്കിൽ, ഒരു ഗ്രാഫിൽ തന്നെ ഡിഫറെന്റ് ഐസോക്വാൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് മാപ്പ്. An isoquant map consists of a number of isoquants. It gives a set of equal products curve. ഇവിടെ ഞാനൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എത്ര 4 ഐസോക്വാൻസ് ഉണ്ട്. ഈ കർവ്, ഈ ഐസോക്വാണിൽ എത്ര യൂണിറ്റ് കിട്ടുക? 1000 യൂണിറ്റ് കിട്ടും. ഇതിലെ 2000 കിട്ടും, ഇതിലെ 3000 കിട്ടും, ഇതിലെ 4000 കിട്ടും. അപ്പൊ ഒരേ ഗ്രാഫിൽ തന്നെ 4 ഡിഫറെന്റ് ഐസോക്വാൻസ് വന്നിരിക്കുന്നു. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് മാപ്പ്. An isoquant map consists of number of isoquants. It gives a set of equal products curve. നമ്മൾ നേരത്തെ ഐസോക്വാണ്ടിന്റെ ഡിഫറെന്റ് നെയിംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഐസോക്വാണ്ടിന്റെ വേറൊരു പേരാണ് ഈക്വൽ പ്രോഡക്റ്റ് കർവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ഐസോക്വാണ്ട് മാപ്പിലെ ഒന്നിലധികം ഐസോക്വാൻസുകൾ നമുക്ക് കിട്ടും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമുക്കിപ്പോ സപ്പോസ് 2000 യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഏതാ നോക്കേണ്ടത്? ഈ കർവ്, ഈ രണ്ടാമത്തെ കർവ് നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ഈ പോയിന്റ് ആണെങ്കിൽ ഇത്രയ്ക്ക് ലേബറും ഇത്രയ്ക്ക് ക്യാപിറ്റലും, ഈ പോയിന്റ് ആണെങ്കിൽ ഇത്രയ്ക്ക് ലേബലും ഇത്രയ്ക്ക് ക്യാപിറ്റലും, ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ഈ ലൈനിന് ടച്ച് ചെയ്താൽ മതി. ഇങ്ങോട്ടൊരു വര വരയ്ക്കുക, ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ആ കോമ്പിനേഷൻ യൂസ് ചെയ്താൽ നമുക്ക് 2000 യൂണിറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു വര വരയ്ക്കുക, ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ആ കോമ്പിനേഷൻ യൂസ് ചെയ്താലും 2000 കിട്ടും. ഇനി വേറൊരു കമ്പനിക്ക് 4000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനുമിക്ക് ടച്ച് ചെയ്തിട്ട് എക്സിന്നും വൈന്നും ഓരോ ലൈൻ വരയ്ക്കുക. ആ കോമ്പിനേഷൻ ലേബറും ആ കോമ്പിനേഷൻ ക്യാപിറ്റലും യൂസ് ചെയ്താൽ നമുക്ക് 4000 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ സപ്പോസ് നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുക, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ഇത്രയ്ക്ക് ലേബറും ഇത്രയ്ക്ക് ക്യാപിറ്റലും ഉപയോഗിച്ചാൽ നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടും? 4000 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 3000 വേണ്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കർവ് നോക്കേണ്ടത്? ആ മൂന്നാമത്തെ കർവ് നോക്കുക. ആ മൂന്നാമത്തെ കർവില് ഏതെങ്കിലും ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ട് എക്സിലേക്കും വൈയിലേക്കും ഓരോ ലൈനുകൾ വരയ്ക്കുക. അത്രയ്ക്ക് ലേബറും അത്രയ്ക്ക് ക്യാപിറ്റലും യൂസ് ചെയ്താൽ നമുക്ക് 3000 യൂണിറ്റ്സ് കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഐസോക്വാണ്ട് മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ്
ഔട്ട്പുട്ടുകൾ കിട്ടും. ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടുകൾ കിട്ടും. അതിൽ ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഇൻപുട്ട് കോമ്പിനേഷൻസ് വേണ്ടിവരും എന്ന് നമുക്ക് ആ മാപ്പിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. എ ഹയർ ഐസോക്വാണ്ട് റെപ്രസെന്റ് എ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വൈസ് വേഴ്സ. കണ്ടില്ലേ, ഹയർ ഏറ്റവും മുകളിൽ കിടക്കുന്നതിനാണ് 4000 യൂണിറ്റ് ഉണ്ടാക്കുന്നത്. താഴെ കിടക്കുന്നത് എത്ര ഉണ്ടാക്കുന്നുള്ളൂ? 1000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുള്ളൂ. അതാ പറയുന്നത് എ ഹയർ ഐസോക്വാണ്ട് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഏറ്റവും മുകളിലുള്ള ഐസോക്വാണ്ടിലായിരിക്കും കൂടുതൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാം, താഴെയുള്ളതിലായിരിക്കും കുറവ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഇതാണ് ഐസോക്വാണ്ട് മാപ്സ്. അതായത് ഒരു മാപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഡയഗ്രത്തിൽ തന്നെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഐസോക്വാണ്ട്സുകൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോക്വാണ്ട് മാപ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഐസോക്വാണ്ട് മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എനിക്കിപ്പോ 1000 യൂണിറ്റ് ഉണ്ടാക്കണം, അതിൽ എത്ര കോമ്പിനേഷൻ, ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യണം നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 3000 പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഐസോക്വാണ്ട് ഹയർ ആണെങ്കിൽ അതിന് ഹയർ ഔട്ട്പുട്ട് കിട്ടും. ഐസോക്വാണ്ട് കുറവാണെങ്കിൽ ലോവർ ഔട്ട്പുട്ട് ആണ് അതിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഐസോക്വാണ്ട് എന്താന്ന് പഠിക്കുക, ഐസോക്വാണ്ട് മാപ്പ് എന്താന്ന് പഠിക്കുക, അതുപോലെ MRTS എന്താന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.